ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ ഇലക്ഷൻ അൽഗോരിതമാണ്. സോ ഇലക്ഷൻ അൽഗോരിതം മെയിൻലി രണ്ടെണ്ണം ഉണ്ട്, റിംഗ് ബേസ്ഡ് ആൻഡ് ബുള്ളി. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് റിംഗ് ബേസ്ഡ് അൽഗോരിതമാണ് നോക്കുന്നത്. സോ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് എന്തിനാണ് നമ്മൾ ഇലക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഒരു സെറ്റ് ഓഫ് നോഡ്സ് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്ന ഒരു നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ അവർക്കൊരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് ഈച്ച് അതർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഓക്കെ, സോ ഇലക്ഷൻ അൽഗോരിതം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൽഗോരിതം ഫോർ ചൂസിങ് എ യൂണിക് പ്രോസസ് ടു പ്ലേ ദ റോൾ ഓഫ് കോർഡിനേറ്റർ എന്ന റോള് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ യുണീക്ക് പ്രോസസ്സിനെ കണ്ടുപിടിക്കുന്ന അൽഗോരിതമാണ് ഇലക്ഷൻ അൽഗോരിതം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ കോർഡിനേറ്റർ അതിനെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും എഗ്രി ചെയ്യണം. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇലക്ഷൻ എപ്പോഴൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം, അതായത് ഇനിഷ്യൽ ടൈമിൽ ഒരു കോർഡിനേറ്ററിനെ കണ്ടുപിടിക്കാൻ ഇലക്ഷൻ പെർഫോം ചെയ്യാം. അതുപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളൊരു കോർഡിനേറ്റർ ഫെയിൽ ആവുകയാണ് അല്ലെങ്കിൽ ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്ബറായിട്ടുള്ള പ്രോസസ്സിന് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ആ പ്രോസസ്സിന്, നെയ്ബറിങ് പ്രോസസ്സിന് ഇലക്ഷൻ പെർഫോം ചെയ്യാം, പുതിയൊരു കോർഡിനേറ്ററിനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഓരോ പ്രോസസ്സുകളും നമ്മുടെ ഇലക്ഷൻ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി അതൊരു ഇനിഷ്യേറ്റ് മെസ്സേജ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിനെയും, അതായത് ആക്റ്റീവായിട്ടുള്ള ഓരോ പ്രോസസ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യൂണിക് പ്രയോറിറ്റി നമ്പർ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഓരോ സമയത്തും പ്രോസസ്സുകൾ, അതായത് സപ്പോസ് PI എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇത് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ പാർട്ടായിരിക്കും. ദെൻ നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ചാൽ കറൻ്റ്ലി ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ പാർട്ടായിരിക്കത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓരോ പ്രോസസ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. ആ ഐഡൻറ്റിഫയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോറിറ്റി നമ്പർ ഉണ്ടാവും, ഒരു യുണീക്ക് വാല്യൂ ആണത്. ഓരോ പ്രോസസ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഐഡൻറ്റിഫയർ ആണ് ആക്ച്വലി വെച്ചിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇലക്ഷൻ അൽഗോരിതം സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്കൻഡ് വൺ ലൈവ്നെസ്. ഓക്കെ, സേഫ്റ്റിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ നിന്നും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ പ്രോസസ്സിൻ്റെ, അതായത് ആ പ്രോസസ്സ് നമ്മൾ ഏത് പ്രോസസ്സാണ് കൺസിഡർ ചെയ്തത് ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ പ്രോസസ്സിൻ്റെ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സിൻ്റെ നമ്പർ ആയിരിക്കും വിച്ച് ഈസ് നോൺ ക്രാഷ്ഡ് ആൻഡ് വിച്ച് ഹാസ് ദ ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ. ഓക്കെ, ലൈവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവഞ്ച്വലി എല്ലാ പ്രോസസ്സുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, ക്രാഷ് അല്ലാത്ത കേസുകളിൽ മാത്രം. അതായത് ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ള കേസുകളിലെല്ലാം എല്ലാ പ്രോസസ്സുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു 2 അൽഗോരിതംസ് ഉണ്ട്, റിംഗ് ബേസ്ഡും ബുള്ളി അൽഗോരിതം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് റിംഗ് ബേസ്ഡ് ആണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം റിംഗ് ബേസ്ഡ് എന്താണെന്നുള്ളത്. ഈ റിംഗ് ബേസ്ഡ് അൽഗോരിതത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോസസ്സുകളെ ഒരു റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഓരോ പ്രോസസ്സും PI, ഓരോ പ്രോസസ്സിനും അതിൻ്റെ നെയ്ബറിങ് പ്രോസസ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവും. ആ നെയ്ബറിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ PI+1 മോഡ് n, ആ പ്രോസസ്സുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവും. ഓക്കെ, മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഓർഡറിലായിരിക്കും മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ
അൽഗോരിതത്തിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനിഷ്യലി എല്ലാ പ്രോസസ്സുകളും, അതായത് ഈ സർക്കിളിൽ വരുന്ന എല്ലാ പ്രോസസ്സുകളെയും നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ കുറച്ച് അസംഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോസസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ലോജിക്കൽ റിംഗ് ആയിട്ടായിരിക്കും. ഓരോ പ്രോസസ്സിനും ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I for PI. ഓക്കെ, ദെൻ ഓരോ പ്രോസസ്സുകളും, അതായത് ഈ പർട്ടിക്കുലർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും either ഫങ്ഷണൽ ആയിരിക്കും അല്ലെങ്കിൽ റീച്ചബിൾ ആയിരിക്കണം. ഓക്കെ, ഫങ്ഷണബിൾ ആൻഡ് റീച്ചബിൾ ആയിരിക്കണം ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും. ഇനി നമുക്ക് നോക്കാം, ഏത് പ്രോസസ്സിന് വേണമെന്നുണ്ടെങ്കിലും ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഐഡൻറ്റിഫയർ ഒരു ഇലക്ഷൻ മെസ്സേജിനകത്ത് ക്ലോക്ക് വൈസ് ഓർഡറിൽ അതിൻ്റെ നെയ്ബറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് ഓരോ പാർട്ടിസിപ്പൻറ്റും അതിൻ്റെ സ്റ്റേറ്റും പാർട്ടിസിപ്പൻ്റ് ആക്കിയിട്ട്, അതായത് ഓരോ പ്രോസസ്സും അതിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് ആക്കിയിട്ട് അതിൻ്റെ ഐഡൻറ്റിഫയറിനെ ഒരു ഇലക്ഷൻ മെസ്സേജിനകത്ത് നെക്സ്റ്റ് നെയ്ബറായിട്ടുള്ള ക്ലോക്ക് വൈസ് നെയ്ബറായിട്ടുള്ള ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന പ്രോസസ്സ്, ആ ഇലക്ഷൻ മെസ്സേജ് റിസീവ് ചെയ്യുന്ന പ്രോസസ്സ് അതിൻ്റെ ഐഡൻറ്റിഫയറുമായിട്ട് ഈ മെസ്സേജിനകത്തുള്ള ഐഡൻറ്റിഫയർ വാല്യൂ കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, ഇഫ് ദ അറൈവ്ഡ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജിനെ ഡയറക്റ്റായിട്ട് അടുത്ത നെയ്ബറിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതായത് അറൈവ് ചെയ്ത ഐഡൻറ്റിഫയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ, സ്മോളറുമാണ് ആ എവിടെയാണ് കിട്ടിയത് ആ റിസീവർ ഒരു പാർട്ടിസിപ്പൻറ്റും അല്ല എങ്കിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ റിസീവറിൻ്റെ ഐഡൻറ്റിഫയർ ആണ് വലുത്. അപ്പം റിസീവർ പുതിയ ഐഡൻറ്റിഫയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ മെസ്സേജിനെ ഫോർവേഡ് ചെയ്യും. ദെൻ ആ റിസീവറിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഫോർവേഡ് ചെയ്യുന്ന പ്രോസസ്സുകൾ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും റിസീവ്ഡ് ഐഡൻറ്റിഫയറും റിസീവർ ഐഡൻറ്റിഫയറും രണ്ടും മാച്ച് ആവുകയാണെങ്കിൽ, റിസീവ്ഡ് ഐഡൻറ്റിഫയറും റിസീവർ ഐഡൻറ്റിഫയറും മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഐ ഡി ആയിരിക്കും ഏറ്റവും വലിയ പ്രോസസ്സ് ഐ ഡി, അല്ലെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഏറ്റവും വലിയ യുണീക്ക് ആയിട്ടുള്ള ഹയസ്റ്റ് വാല്യൂ. അപ്പം ആ പ്രോസസ്സിനെ കോർഡിനേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രോസസ്സ് അതിൻ്റെ സ്റ്റാറ്റസ് നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ബാക്കിയുള്ള നെയ്ബേഴ്സിനെല്ലാം ആ ഇലക്റ്റഡ് ആയി എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് റിംഗ് ബേസ്ഡ് അൽഗോരിതം. സോ ഇനിഷ്യലി എല്ലാ പ്രോസസ്സും നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. സ്റ്റാർട്ടിങ് പ്രോസസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഐഡൻറ്റിഫയർ മെസ്സേജ് വെച്ചിട്ട് നെയ്ബറിനെ സെൻഡ് ചെയ്ത് കൊടുക്കും. നെയ്ബർ എന്താ ചെയ്യുന്നത്, ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്യും, അതായത് അതിൻ്റെ ഐഡൻറ്റിഫയറുമായിട്ട് കമ്പയർ ചെയ്യും. ലാർജർ ആണെന്നുണ്ടെങ്കിൽ, അതായത് വന്ന ഐഡൻറ്റിഫയർ ലാർജർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് നെയ്ബറിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഇഫ് ഇറ്റ് ഈസ് സ്മോളർ, അതായത് അറൈവ് ചെയ്തത് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ, റിസീവർ നോൺ പാർട്ടിസിപ്പൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ട് റിസീവറിൻ്റെ ഐഡൻറ്റിഫയർ വാല്യൂ ഏതെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ അതിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും റിസീവറിൻ്റെ ഐഡൻറ്റിഫയറും ദെൻ റിസീവ് ചെയ്ത ഐഡൻറ്റിഫയറും ആ
പ്രോസസ്സിൻ്റെ ഏതാണ് റിസീവർ എന്ന് വെച്ചാൽ റിസീവറിൻ്റെ ഐഡൻറ്റിഫയറും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ് ഐ ഡി ആയിരിക്കും ഏറ്റവും വലിയ ഐ ഡി. ദെൻ ദാറ്റ് പ്രോസസ് വിൽ ബിക്കം ദ കോർഡിനേറ്റർ. അപ്പം ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റർ അതിൻ്റെ സ്റ്റേറ്റ് നോൺ പാർട്ടിസിപ്പൻ്റ് ആക്കും. അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചു കൊടുക്കും ഇങ്ങനെ എലക്റ്റഡ് ആയി എന്നുള്ളത്, കോർഡിനേറ്ററായിട്ട് എലക്റ്റഡ് ആയി എന്നുള്ളതും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ ഐ ഡി എൻക്ലോസ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു എലക്റ്റഡ് മെസ്സേജ് കിട്ടുമ്പം ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം നോൺ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള സ്റ്റേറ്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് നെയ്ബേഴ്സിന് ആ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കും. ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. സോ നമുക്ക് നോക്കാം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. സോ ആദ്യം ഇതാണ്, ഇത്രയും പ്രോസസ്സുകളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഇനിഷ്യേറ്റർ എന്ന് പറയുന്നത് 11, P11 ആണ് ഇനിഷ്യേറ്റർ. അപ്പം എന്താണ് അൽഗോരിതത്തിൽ നടക്കുന്നത് എന്താണ്, അപ്പോൺ റിസീവിങ് ആൻ ഇലക്ഷൻ മെസ്സേജ്, അതായത് ഇവിടെ P11 ഒരു ഇലക്ഷൻ മെസ്സേജ് ആർക്കാ P8 സെൻഡ് ചെയ്ത് കൊടുക്കും വിത്ത് ഹിസ് ഐ ഡി 11 എന്നുള്ള ഐ ഡി വെച്ചിട്ട് മെസ്സേജ് P8 സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ആ ഒരു ഇലക്ഷൻ മെസ്സേജ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റിസീവർ ആ മെസ്സേജിനെ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി 3 കേസസാണ് വരുന്നത്. റിസീവ്ഡ് ഗ്രേറ്റർ ദാൻ ഓൺ ആവാം, റിസീവ്ഡ് ലെസ് ദാൻ ആവാം, റിസീവ്ഡ് ഈക്വൽ ടു ഓൺ ആവാം. ഓക്കെ, സോ ഈ 3 കേസിൽ എന്താ നടക്കുന്നതെന്നുള്ളത് പറയുന്നത്. റിസീവർ ഗ്രേറ്റർ ദാൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക, അതായത് റിസീവ്ഡ് ആണ് വലുതെന്നുണ്ടെങ്കിൽ, റിസീവ്ഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ് വലുതെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ട് പാർട്ടിസിപ്പൻ്റ് എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി റിസീവ്ഡ് എന്ന് പറയുന്നത് ലെസ് ആണെന്നുണ്ടെങ്കിൽ, റിസീവ്ഡ് വാല്യൂ ലെസ് ആണ്, ഓണറിൻ്റെ ആണ്, ഇപ്പം ഓണർ ആരാന്ന് വെച്ചാൽ അയാൾക്കാണ്, അയാളുടെ വാല്യൂ ആണ് വലുതെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നോൺ പാർട്ടിസിപ്പൻറ്റും ആണെന്നുണ്ടെങ്കിൽ പുതിയ ഐഡൻറ്റിഫയർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതായത് പുതിയ ആ ഓണറിൻ്റെ ഐഡൻറ്റിഫയർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മെസ്സേജ് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് സ്റ്റാറ്റസ് എന്താവും, പാർട്ടിസിപ്പൻ്റ് എന്നുള്ള സ്റ്റാറ്റസ് ആവും. ഇനി റിസീവ്ഡും ഓൺഡും ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഐഡൻറ്റിഫയർ ആൻഡ് ദാറ്റ് പ്രോസസ് വിൽ ബിക്കം ദ കോർഡിനേറ്റർ. പുതിയ സ്റ്റേറ്റ് എന്താവും, കോർഡിനേറ്ററിന് നോൺ പാർട്ടിസിപ്പൻ്റ് ആവും. ആ കോർഡിനേറ്റർ എലക്റ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് നെയ്ബേഴ്സിന് അയച്ചു കൊടുക്കും. ഓക്കെ, സോ P11 ആദ്യം ഇനിഷ്യേറ്റർ 11 എന്ന് പറഞ്ഞ മെസ്സേജ് P8 അയച്ചു കൊടുക്കുന്നു. സോ P8 11-നെക്കാട്ടിലും ചെറുത്, ഐഡൻറ്റിഫയറിൻ്റെ വാല്യൂ ചെറുതായതുകൊണ്ട് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ P21 വരുന്നു. 21 വരുമ്പോൾ എന്താണ്, 21 എന്ന് പറയുന്ന വാല്യൂ 11-നെക്കാട്ടിലും വലുതാണ്. അപ്പം ആവും പിന്നെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ. ആ വാല്യൂ വെച്ചിട്ട് ആ 21 അതിൻ്റെ നെയ്ബറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അതിൻ്റെ നെയ്ബറിനകത്ത് 5 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 21. സോ 21 തന്നെ ആവും, ആ മെസ്സേജിനകത്ത് മാറത്തില്ല. അപ്പം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ഏറ്റവും ലാസ്റ്റ് എന്താ 21 വരെ വന്നു. 21 തന്നെയാണ് 1-ൻ്റെ അടുത്തും 14-ൻ്റെ അടുത്തും എല്ലാം റൊട്ടേറ്റ് ചെയ്ത് വന്ന് വീണ്ടും 21 എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ അടുത്ത് ഈ 21 വന്നു. അപ്പം മാച്ചിങ് വന്നു, 21 = 21. അപ്പോൾ എന്തായി, P21 ആ റിസീവ് ചെയ്ത വാല്യൂ ഓണർ വാല്യൂ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്താവും, P21 ആവും കോർഡിനേറ്റർ. സോ P21 കോർഡിനേറ്ററായി. ആ 21 കോർഡിനേറ്ററായ മെസ്സേജ് 21 ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ റിസീവർ റിസീവ് ചെയ്ത മെസ്സേജ് ഇപ്പോൾ എന്താ, പാർട്ടിസിപ്പൻ്റ് ന്യൂ സ്റ്റേറ്റ് എന്തായി, നോൺ പാർട്ടിസിപ്പൻ്റായി. ദെൻ ഇറ്റ് ഫോർവേഡ്സ് ദ ഇലക്റ്റഡ് മെസ്സേജ് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. കോർഡിനേറ്റർ എന്ന് പറഞ്ഞ മെസ്സേജ് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ കോർഡിനേറ്റർ എന്ന് പറയുന്ന ആയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം. താങ്ക് യു.